സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് വളരെ ശക്തിയുള്ള ഒരു സങ്കീർത്തന ഭാഗമാണ്. ഓരോ ദിവസവും സന്തോഷത്തോടെയും സമാധാനത്തോടെയും തുടങ്ങുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗം. സങ്കീർത്തനം 121. നമ്മുടെ ജീവിതത്തിൽ എന്തു തന്നെ വിഷമതകൾ ഉണ്ടായാലും അതെല്ലാം സധൈര്യത്തോടെ തരണം ചെയ്യുവാനും നേരിടാനും നമ്മെ സഹായിക്കുന്നതാണ് സങ്കീർത്തനം 121. ഈ സങ്കീർത്തനത്തിലെ ഓരോ വചനവും നമ്മുടെ ഹൃദയം തുറന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ സങ്കീർത്തനം മനഃപ്പാഠമാക്കി വെക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. നമ്മുടെ ഓരോ ചുവടും ദൈവം കാണുന്നുണ്ട്. ദൈവം നമ്മളെ കാത്തുകൊള്ളുകയും ചെയ്യുമെന്ന് ഈ സങ്കീർത്തന ഭാഗം വ്യക്തമാക്കുന്നു. നമ്മളിപ്പോൾ ഏത് പ്രശ്നത്തിലൂടെ കടന്നുപോയാലും നമ്മളുടെ സഹായം സ്വർഗത്തിൽ നിന്നാണ്. ഈ സങ്കീർത്തനം പറയുന്നത് കർത്താവാണ് നമ്മുടെ കാവൽക്കാരൻ, അവിടുന്ന് നമ്മളെ സകല തിന്മകളിൽ നിന്നും കാത്തുകൊള്ളുമെന്നും കൂടിയാണ്. ഈശോയെ, ഈ വചനങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അവർ എന്ത് പ്രശ്നങ്ങളിൽ കൂടി കടന്നുപോയാലും അവരുടെ ഭയം നീക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് സമാധാനം നൽകുകയും ചെയ്യണമേ. അവർക്കുള്ള സഹായം അങ്ങ് നൽകണമേ. അവരെ പരിപാലിക്കുന്നത് അങ്ങ് തന്നെയാണെന്നും അവരുടെ കാവൽക്കാരൻ അവിടുന്ന് തന്നെയാണെന്നും ഉള്ള ബോധ്യം നൽകുകയും ചെയ്യണമേ. അവരുടെ ജീവിതത്തിൽ ഒന്നും തന്നെ ഉപദ്രവിക്കാതെ അവരുടെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യണമേ. ആമേൻ. സങ്കീർത്തനം 121. കർത്താവ് എൻ്റെ കാവൽക്കാരൻ. പർവ്വതങ്ങളിലേക്കു ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്കു സഹായം എവിടെ നിന്നു വരും? എനിക്കു സഹായം കർത്താവിൽ നിന്നു വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്കു തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ എന്നും എന്നേക്കും കാത്തുകൊള്ളും. ഈ സങ്കീർത്തന ഭാഗം മനഃപ്പാഠമാക്കി വെക്കുകയും പല സമയത്തും നമുക്ക് ആവർത്തിച്ച് ചൊല്ലാവുന്നതുമാണ്. സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനകളിൽ ഒന്നാണ് ഈ സങ്കീർത്തന ഭാഗം. ഈ സങ്കീർത്തന ഭാഗം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുകയും നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ പക്കൽ എത്തിപ്പിക്കുകയും ദൈവമാണ് നമ്മുടെ കാവൽക്കാരൻ, നമ്മെ പരിപാലിക്കുന്നവനെന്ന് നമുക്ക് ബോധ്യം നൽകുകയും ചെയ്യും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.